സീഡ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല, അല്ല പ്രിൻസിപ്പിൾസ് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊന്ന് പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ കൊണ്ടുവരാം, പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഈ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കസ്റ്റമറുടെ നീഡ് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് നമ്മളിലേക്ക് വരുന്ന കസ്റ്റമറെ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൊല്യൂഷൻസ്, അവരുടെ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണണ്ടേ. അവർ വരുന്ന ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നതാണെങ്കിലും ആ പറയുന്ന ആളുകൾക്ക് അവരുടെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാണ് നമ്മളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കസ്റ്റമറുടെ ആവശ്യങ്ങളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അപ്പം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ, നമ്മൾ എന്ത് സർവീസാണോ കൊടുക്കുന്നത്, ആ മേഖലയിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റേഴ്സിനെയും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ മാത്രമായിരിക്കത്തില്ല സർവീസ് കൊടുക്കുന്നത്, അതിലൊരു കോമ്പറ്റീറ്റേഴ്സ്, സ്വാഭാവികമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്, വലുതും ചെറുതുമായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാം. ആ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ കൂടുതൽ വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കണം. ഇന്ന് സർവ്വ മേഖലകളിലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർവ്വ മേഖലകളിലും ഫീഡ്ബാക്ക് ആവശ്യമാണ്.